ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചെമ്മീൻ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാകില്ല. പോഷക ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയ പച്ചക്കറികളുടെ കൂടെ ചെമ്മീൻ കൂടി ചേർന്നുള്ള ചെമ്മീൻ അവിയൽ തയ്യാറാക്കിയാലോ? വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന വിഭവമാണ് ചെമ്മീൻ അവിയൽ. ഇനി എങ്ങനെയാണ് ഈ വിഭവം തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഈ അവിയൽ ഉണ്ടാക്കാൻ 150 ഗ്രാം ചെമ്മീൻ മതിയാകും കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ചെമ്മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം പച്ചക്കറികൾ എടുത്തു വെക്കാം. ഈ വിഭവത്തിന് വേണ്ടി ക്യാരറ്റും ബീൻസും വെള്ളരിക്കയും മുരിങ്ങയ്ക്കയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. കടായിലേക്ക് ആദ്യം തന്നെ ബീൻസ് ചേർത്ത് നിരത്തി കൊടുക്കാം. അതിന് മുകളിലായി മുരിങ്ങയ്ക്കയും ചേർക്കാം. പിന്നെ ക്യാരറ്റും അതിന് മുകളിലായി വെള്ളരിക്കയും ചേർത്ത് നിരത്തി കൊടുക്കാം. ഈ ഓർഡറിൽ തന്നെ വേണം പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാൻ. പച്ചക്കറികളുടെ വേവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഈ ഓർഡറിൽ ചേർത്തിട്ടുള്ളത്. ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചക്കറികളും ചെമ്മീനും ചേർത്ത് കഴിഞ്ഞു. ശേഷം ഇതിലേക്ക് മസാലകൾ ചേർക്കാം. അതിനു വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പുമാണ്. ഇവ ചേർത്തതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് പാകം ചെയ്തെടുക്കാം. പിന്നെ ചേരുവകൾ ഒന്നും മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഒട്ടും വെള്ളം ചേർക്കുന്നുമില്ല. വെള്ളരിക്കയിലുള്ള വെള്ളം തന്നെ ധാരാളമാണ് ഈ ചേരുവകൾ പാകമായി വരാൻ. പിന്നെ ഈ ചേരുവകൾ ഒരു 1/4 ഭാഗം മാത്രം പാകമായി വന്നാൽ മതി കേട്ടോ. ഓവർ കുക്കായാൽ പച്ചക്കറികൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നാളികേരം മാത്രം നമുക്കൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നാളികേരം ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളും ചേർക്കാം. 4 ചുവന്നുള്ളി, 1 വെളുത്തുള്ളി, പിന്നെ വേണ്ടത് വറുത്തെടുത്ത 100 ഗ്രാം ചെമ്മീനാണ്. ഇത് തലയും വാലും മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 വലിയ പച്ചമുളകാണ്. ഇവ ചേർത്തതിന് ശേഷം മൂടി വെച്ച് വീണ്ടും ചതച്ചെടുക്കാം. അങ്ങനെ ഈ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇപ്പോൾ പച്ചക്കറികളും ചെമ്മീനും പാകമായിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കാം. ആഹാ, അപ്പോൾ നമ്മുടെ പച്ചക്കറികളും ചെമ്മീനും 1/4 ഭാഗവും പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു കയ്യിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടി ചൈനീസ് സ്റ്റൈലിൽ ചട്ടിയെടുത്ത് ഇളക്കി യോജിപ്പിക്കുകയും ചെയ്യാം. ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 പീസ് പച്ചമാങ്ങയാണ്. ഇതും ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പാകം ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ എല്ലാ ചേരുവകളും ചേർന്ന് വന്നിട്ടുണ്ട്. അവസാനമായി ഇതിലേക്ക് 2 തണ്ട് വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും പച്ചക്കറികളൊന്നും ഉടഞ്ഞു പോകാതെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സ്പെഷ്യൽ ചെമ്മീൻ അവിയൽ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.